ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ അഫ്ല. യെസ്, വല്ലപ്പോഴും വീഡിയോ ഇടുന്ന ആൾ യൂട്യൂബിൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റൽ അലോൺ റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാനിങ്ങനെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വെച്ചിട്ട് കൺസിസ്റ്റൻസി ആവാണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. യെസ്, കുറച്ച് മടിയുള്ളതുകൊണ്ട്. അങ്ങനെ എന്താ പറയുക, ഒരു സീസണൽ വ്ളോഗറാണ് ഞാൻ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് കൺസിസ്റ്റൻ്റ് ഒക്കെ ആവാൻ ടൈമുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ എണീറ്റിട്ട് ഇങ്ങനെ ഫ്രഷൊക്കെ ആയി പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളെല്ലാതും കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ താഴത്തോട്ട് പോവാണ് കേട്ടോ. താഴത്താണ് നമുക്ക് ഫുഡ് വരിക. അതായത് അവിടെ ഒരു റൂമുണ്ട്, ആ റൂമിലാണ് ഫുഡ് വരിക. അത് നമ്മൾ മെസ്സിന്ന് ആൾക്കാർ ആ ഒരു ടൈം ആകുമ്പോൾ കൊണ്ടുവെക്കലാണ്. അപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടികൾ രാത്രി ലൈറ്റ് ഓഫ് ആക്കി. അങ്ങനെ ഇവിടെ ലൈറ്റ് ഓഫ് ആക്കലില്ല. എനിവേ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഹോസ്റ്റലിൽ പൂച്ചകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പൂച്ചകളാണ്. ആർക്കെങ്കിലും പൂച്ചനെ വേണമെന്നുണ്ടെങ്കിൽ പറയും, നമ്മൾ ഹോസ്റ്റലിൽ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പൂച്ചകൾക്കൊന്നും യാതൊരു ഉറക്കവും ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞ റൂം ഇതാണ്, ഫുഡിൻ്റെ റൂം. അങ്ങനെ ഞാനായിരുന്നു ഇന്ന് ഫസ്റ്റ് ഫുഡ് എടുക്കാൻ വന്ന ആൾ. എന്താ ചെയ്യുക, ഫുഡല്ലേ. അങ്ങനെയൊന്നുമില്ല, ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് നേരത്തെ എണീറ്റിട്ട്, അതായത് എണീറ്റിനെക്കാട്ടും ഒരു 5 മിനിറ്റ് മുന്നേ നേരത്തെ എണീറ്റ് അങ്ങനെ പോയി താഴത്തോട്ട് വീഡിയോ ഒക്കെ എടുക്കണ്ടേ. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, റഷായിട്ട്. പക്ഷെ ഇവിടെ അത്രക്ക് ആൾക്കാരില്ല. വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എവരി വൺ ഗോൺ ടു ദെയർ ഹോം. ഓക്കെ, അങ്ങനെയായിട്ട് ഞാൻ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയൊക്കെ എടുത്തു. ഇന്ന് ഓൾമോസ്റ്റ് എവറി ഡേ പത്തിരിയും ചിക്കൻ കറി തന്നെ ആയിരിക്കും. പിന്നെ ചോറുണ്ടാവും. പിന്നെ വീക്കെൻഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെല്ലാവരും വീട്ടിൽ പോയതുകൊണ്ട് ചോറൊന്നുമില്ല, റൈസും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഞാൻ റൈസ് എടുത്തേനെ. അപ്പോൾ റൈസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ വീഡിയോ എടുത്തതാണ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വോയിസ് ഇതിൽ ആഡാക്കാൻ പറ്റിയില്ല. ഐ മീൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ വോയിസ് കട്ട് ചെയ്തിട്ട് ഇതൊരു സ്പീഡ് വീഡിയോ ആക്കി മാറ്റി. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇവിടുത്തെ ചായക്കൊക്കെ നല്ല മധുരാട്ടോ. പൊതുവെ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ചായക്ക് അത്രയ്ക്ക് മധുരമൊന്നും ഇടലില്ല. അങ്ങനെ കുറേ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാനത് നോക്കിക്കാണ്. വീണ്ടോടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി കേൾക്കാൻ പറ്റും. അങ്ങനെ നിസ്കാരം കാര്യങ്ങളെല്ലാതും കഴിഞ്ഞ്, ഞാൻ നിസ്കരിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, എന്തിനാ വെറുതെ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നതാണ്. പിന്നെ ഈ പുള്ളിക്കാരി എണീക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അത് ശരിയാണ്, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ആ ദിവസം രാവിലെ ആ ടൈമിലൊക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ എണീറ്റിട്ട് പിന്നെ ഞാൻ മേലേക്ക് പോയി, ടെറസിലേക്ക് പോയി. അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അലക്കി. പിന്നെ ഇപ്പം എന്തായാലും മേലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. അവിടെ കുറച്ച് നേരം ആരായാലും നിന്ന് പോകും. പിന്നെ അതൊക്കെ നോക്കിയിരുന്ന് നല്ല സൈലൻ്റ് ആട്ടോ, കാരണം കുറേ പിള്ളേരൊന്നും ഇവിടെ ഹോസ്റ്റലില്ല. അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഇന്ന് എന്തായിരിക്കും ഫുഡ് കാര്യങ്ങളെല്ലാം ഉള്ളത് ആലോചിക്കായിരിക്കും. ഓൾറെഡി എനിക്കറിയാം ഇന്നെന്താ ഫുഡെന്ന്. പക്ഷെ ഞാനിങ്ങനെ വെറുതെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരുന്നു, വെറുതെ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്തായാലും ഫ്രഷൊക്കെ ആയി. എന്തായാലും ഫ്രഷായിട്ടില്ല. ഓക്കെ, ഞാൻ റൂം ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. റൂം ക്ലീനാക്കിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഫ്രഷ് ആവാന്നുള്ള രീതിക്ക് ഇരുന്നു. എൻ്റെ റൂമിലത്തെ ആൾക്കാരെല്ലാവരും നാളെയാണ് വരിക, അതായത് മൺഡേ രാവിലെ എത്തും. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ഇത്. പക്ഷേ നമ്മൾ ആ ടൈമിൽ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ക്യാൻറ്റീനിൽ പോകണം. ആ നോമ്പ് തുറക്കണ ഫുഡ് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കില്ല, നമ്മൾ അങ്ങോട്ട് പോകണം. ഓക്കെ, അങ്ങനെ ഫുഡ് കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മെനു കഴിക്കുന്നത്. മെയിൻ ഫുഡ് കഴിക്കുന്നത്. എല്ലാം തെറ്റിപ്പോണ്. കുറേ നാളായാലും ഇങ്ങനെ ഇട്ടിട്ട് വല്ലപ്പോഴെല്ലാം ഇടൽ. അങ്ങനെ കുറേ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം ഇത്തിരി ഇങ്ങനെ കഴിക്കുമ്പോഴത്തേനും വയറൊക്കെ ഫുള്ളാവുന്ന പോലെ, പെട്ടെന്ന് ഫില്ലാവുന്ന പോലെ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട്. ലൈക്ക് ഒരു വെള്ളം കുടിക്കുമ്പോഴത്തേനും ഫുള്ളാവുക അല്ലാതും അങ്ങനെ. ഓക്കെ,
പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ എന്താ പറയുക, പ്രൊജക്റ്റിൻ്റെ ടൈമാണിപ്പോൾ. ഞങ്ങൾക്ക് പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് 1 മന്ത് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അതെന്തിനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാൻ പ്രൊജക്റ്റിൻ്റെ റഫ് പ്രൊജക്റ്റ് കാര്യങ്ങളെല്ലാതും ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്കത് വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതിലെന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളുണ്ടോ എന്നുള്ളതും അറിയില്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുകയാണ് ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോയെന്ന്. സംഭവം ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് റഫ് പ്രൊജക്റ്റ്. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നാളത്തെ എക്സാമും പോസ്റ്റ്പോണ്ട് ചെയ്തു നമുക്ക്. അപ്പം ഞാൻ വെറുതെ ലാപ്പൊക്കെ എടുത്ത് നോക്കിയതാണ്. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തലേ ദിവസം ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും ടു ഡു ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെക്കുന്ന ഒരാളേ അല്ല. എനിക്കിങ്ങനെ തോന്നണം ഓക്കെ കുറച്ച് പ്രൊഡക്റ്റീവ് ആവാം എന്നൊക്കെ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്യും. ഇങ്ങനെ എഴുതി വെക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നാളേക്ക് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് വെറുതെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതിൻ്റെ നേരെ ഇങ്ങനെ ടിക്കും ക്രോസ് മാർക്കും അല്ലാതെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബൈ ദ വേ ഇതൊക്കെ നല്ലൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പ്രോസസ്സാണ് ആക്ച്വലി. പിന്നെ ഇങ്ങനെ എക്സാമിൻ്റെ നേരെ ഞാനിങ്ങനെ ക്രോസ് ഇട്ട് വെച്ചു. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എക്സാംസ് ടുമാറോ. പോസ്റ്റ്പോൺ ചെയ്തതാണ് കേട്ടോ, എക്സാം ഇല്ലാണ്ടിരിക്കല്ല, പോസ്റ്റ്പോൺ ചെയ്ത് വേറൊരു ദിവസത്തേക്ക്. ഒരു റീസൺ ഉണ്ട് അതിൻ്റെ ബിഹൈൻഡ് ദാറ്റ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എക്സാം ഇല്ല, ക്ലാസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അതെല്ലാതും ഞാനിങ്ങനെ അനലൈസ് ചെയ്തു, ലൈക്ക് വാട്ട് ഐ ഹാവ് ഡൺ ഫോർ ദി ഡേ ആൻഡ് വാട്ട് ഐ ഡിഡ്ന്റ് ഡൺ. സോ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.